പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നൊരു ചെറിയൊരു സന്തോഷ വാർത്ത അതാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സന്തോഷത്തിന്റെ കൂട്ടത്തിൽ ചെറിയൊരു ദുഃഖവും കൂടി ഉണ്ട് കേട്ടോ. ദുഃഖവുമല്ല, ചെറിയൊരു വിഷമം. അതെ, നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടുകളെ കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഹെൻലി പാസ്പോർട്ട് സൂചിക 2025 ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തെക്കാളും മികച്ച സ്ഥാനം ഇന്ത്യ നിലനിർത്തി. കഴിഞ്ഞ വർഷം 85-ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ഈ വർഷം അത് നേരെ 77-ാം സ്ഥാനത്തേക്കായി മെച്ചപ്പെടുത്തി എന്ന് പറയാം. ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷമാവും. കാരണം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും നാളുകൾ കൊണ്ട് ഒരു വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു നേട്ടത്തിന്റെ കൂടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് മറ്റു നാടുകളിൽ പോകുമ്പോൾ ചില വിഷമങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ ചില വേർതിരിവുകൾ ഉണ്ടാകാറുണ്ട് എന്ന് പലരും പല മാധ്യമങ്ങളിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോ ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നും. കൂട്ടത്തിൽ ഈ കാര്യം തന്നെ ആലോചിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു വിഷമം കൂടിയുണ്ട്. അതായത് ഹെൻലി പവർ സൂചിക, അതായത് പാസ്പോർട്ട് പവർ സൂചികയിൽ പവർ ഇൻഡെക്സിൽ ഇന്ത്യ സ്ഥാനം മെച്ചപ്പെടുത്തി. അതോടുകൂടി ഇന്ത്യ 59 രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർക്ക് സൗജന്യമായി വിസ ഫ്രീ ആയി യാത്ര ചെയ്യാം. അത് ഈ 59 രാജ്യങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ കൃത്യമായി 59 രാജ്യങ്ങളിലേക്ക് പോകുവാൻ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ വിസ വേണ്ട എന്നല്ല അർത്ഥം. ഇതിനകത്തൊരു 30 രാജ്യങ്ങളിലേക്ക് വിസ വേണ്ട. ബാക്കി 29 രാജ്യങ്ങളിലേക്ക് അറൈവൽ ഓൺ വിസ. അതായത് വിസ നമുക്ക് ആദ്യം ഓൺലൈൻ വഴിയോ എംബസി വഴിയോ വിസക്ക് അപേക്ഷിക്കാതെ നേരിട്ട് അവരുടെ എയർപോർട്ടിൽ ചെന്നിറങ്ങി നമ്മൾക്ക് അവിടെ നിന്ന് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്ത് തരും. അതിനെന്തോ നിശ്ചിത ഒരു ഫീസൊക്കെ അടക്കണം എന്നൊക്കെ നിബന്ധനകളുണ്ടെന്ന് തോന്നുന്നു. ബാക്കി ഒരു 30 രാജ്യങ്ങളിലേക്ക് നമുക്ക് വിസയെ വേണ്ട, ഇന്ത്യൻ പാസ്പോർട്ട് മാത്രം മതി. അവരുടെ രാജ്യത്ത് ചെന്നിട്ട് നമുക്ക് 30 ദിവസം അവർ ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. 30-90 ദിവസങ്ങളൊക്കെ ആയിരിക്കും വിസയില്ലാതെ സഞ്ചരിക്കാൻ പറ്റുന്ന സമയം. മിക്കവാറും 30 ദിവസങ്ങളായിരിക്കും, ചിലത് രാജ്യങ്ങളിൽ 90 ദിവസങ്ങളുണ്ട്. അതൊരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഖത്തർ. കാരണം കൂടുതലും മിഡിൽ ഈസ്റ്റിൽ പോകുന്ന ആളുകളാണല്ലോ നമ്മുടെ കേരളത്തിൽ നിന്ന്. ഇപ്പോൾ കൂടുതലും യൂറോപ്പിലേക്കായിട്ട് അതൊരു പെർസെന്റേജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതും ഒരു സൈഡിലുള്ള കാര്യം. ഇതിനകത്തൊരു ചെറിയ വിഷമം എന്ന് പറയാൻ കാര്യം, ഈ 59 രാജ്യങ്ങളിലേക്ക് പോവാൻ ഒരു നല്ല കാര്യം തന്നെ. ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ഒരു ശക്തി ആർജിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതോടനുബന്ധിച്ച് പറയുകയാണെങ്കിൽ വേറെ കുറെ പേര് ഇതിനൊരു വിമർശനമായി വരുന്നുണ്ട്. കഴിഞ്ഞ തവണ 62 രാജ്യങ്ങളിലേക്ക് പോകാമായിരുന്നു, 59 കുറഞ്ഞു എന്നൊക്കെയാണ്. ഞാൻ അതിന്റെ പേരിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയുണ്ടായി. അപ്പൊ ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ ഒരു റിപ്പോർട്ടിൽ ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏകദേശം അവർ പറയുന്നത് ഇതിനും വ്യത്യസ്തമായ പല മാധ്യമങ്ങളും കൊടുത്ത വ്യത്യസ്തമായ വാർത്തകളാണ്. കഴിഞ്ഞ തവണ 80-ാം സ്ഥാനത്തായിരുന്നു, ഇത്തവണ 77-ആയി. പിന്നെ കഴിഞ്ഞ തവണ 62 ആയിരുന്നു, ഹയർ ആയിരുന്നു, ഇതിനേക്കാൾ ഹയർ ആയിരുന്നു എന്നൊക്കെയാണ്. പക്ഷെ വേറെ ഒരു മാധ്യമങ്ങളിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾ ഇതിൽ കൃത്യമായി എനിക്ക് അറിയില്ല, 62 59 ഒന്നും എനിക്ക് കൃത്യമായി അറിയില്ല. നിങ്ങൾ അറിയുന്നവരാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. അതേപോലെ പക്ഷെ ഈ ഒരു ചെറിയൊരു വിഷമം പങ്കുവെക്കുവാനുണ്ട് എന്ന് പറയുന്നത് വിഷമമല്ല, ഈ ഒരു 19 ആഫ്രിക്കൻ രാജ്യങ്ങൾ, 18 ഏഷ്യൻ രാജ്യങ്ങൾ, 10 നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾ, ഒരു സൗത്ത് അമേരിക്കൻ രാജ്യം, പിന്നെ ഓഷിയാനിയ ഗ്രൂപ്പ്, അങ്ങനെ ഉള്ള ഒരു 9 രാജ്യങ്ങൾ, അങ്ങനെയൊക്കെയാണ്. കൃത്യമാവും, ഞാൻ ഓർക്കുന്നില്ല, ഞാൻ ഓർത്തു വെച്ചിരുന്നതാണ്. പക്ഷെ അങ്ങനെ 59 രാജ്യങ്ങളിലേക്കാണ് ഈ ഒരു ഇതുള്ളത്. പക്ഷെ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ലോകത്തിൽ വളരെയേറെ വലിയ വികസിത രാജ്യങ്ങളാണെന്ന് അവകാശപ്പെടുന്ന USA, UK അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലേക്ക്, ഒറ്റ കൺട്രീസിലേക്ക് പോലും ഫ്രീ വിസ ഇല്ല എന്നുള്ളത് നമ്മളൊരു ചെറിയൊരു വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഭാവിയിൽ ഒരു പക്ഷെ ആയേക്കാം. നമ്മുടെ നയതന്ത്ര ബന്ധമൊക്കെ മെച്ചപ്പെട്ട് വരുമ്പോൾ ഭാവിയിൽ അതൊക്കെ ആയേക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വാർത്ത നിഷ്പക്ഷമായി പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് കൃത്യമായി ഞാൻ അന്വേഷിച്ചത്, എനിക്ക് മനസ്സിലാക്കിയ വിവരങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നുള്ളത്. അതേപോലെ നോർത്ത് അമേരിക്കനിൽ നമ്മുടെ USA-യിലും കാനഡയിലേക്കും ഒന്നും നമുക്ക് ഏതായാലും US അങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കൊന്നും കൊടുക്കുന്നില്ല, പെട്ടെന്നൊന്നും ലഭ്യമാവുകയില്ല. വിസയില്ലാതെ അവർ രാജ്യത്തൊന്നും പ്രവേശിക്കാൻ അത് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. സായിപ്പ് വിസ അടിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് അടക്കം അറിയണം എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഒരു ചെറിയ വിഷമം. പക്ഷെ അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ നമുക്ക് മെക്സിക്കോയിലും വേറെ ഏതോ രാജ്യത്ത് ഒക്കെ നമുക്ക് പോകാം. അത് അമേരിക്കൻ വിസ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രാജ്യത്തേക്ക് വിസ ഇല്ലാതെ പോകാമെന്നാണ് പറയുന്നത്. അതേപോലെ എനിക്ക് നോക്കിയിട്ട് മനസ്സിലായി, നേരത്തെ യൂറോപ്യൻ രാജ്യമായ സെർബിയയിലേക്ക് പോകുവാനൊരു ഫ്രീ വിസ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അറൈവൽ ഓൺ വിസ ഉണ്ടായിരുന്നു എന്ന് ഞാൻ 1-2 മാധ്യമങ്ങളായിട്ട് നോക്കിയപ്പോൾ മനസ്സിലായി. പക്ഷെ ഇത്തവണ അതില്ല, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നു, അത് പിന്നീട് മാറ്റി, അങ്ങനെയൊക്കെ പലതും ഓരോരുത്തരും ഡിഫറെന്റ് ആയിട്ടാണ് വാർത്തകൾ കൊടുക്കുന്നത്. ഒരു ഗവൺമെന്റ് ഏജൻസിയിൽ നിന്ന് കൃത്യമായ ഒരു വിവരം അത് നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, അതെന്റെ ഒരു പോരായ്മയായിരിക്കാം. പക്ഷേ
ഇത്തരത്തിൽ ഏതായാലും ഒരു പവർ ഇൻഡെക്സിൽ ഈ പവർ ഇൻഡെക്സിന്റെ സ്ഥാനം നമുക്ക് മെച്ചപ്പെടുത്തുന്നതിന് പല ഘടകങ്ങളുണ്ട്. മറ്റുള്ള രാജ്യങ്ങളുടെ പാസ്പോർട്ടുകൾ പെർഫോം ചെയ്യുന്നതും നമ്മുടെ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തുന്നതും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. കൂടുതലും ഇത് മെയിൻ ആയിട്ട് നോക്കുന്നത് എത്ര രാജ്യങ്ങൾ നമ്മുടെ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഫ്രീ വിസ നൽകുന്നു അല്ലെങ്കിൽ അറൈവൽ ഓൺ വിസ നൽകുന്നു. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പവർ സൂചിക തീരുമാനിക്കപ്പെടുന്നതും അവർ പ്രസിദ്ധീകരിക്കുന്നതും എന്നാണ് പ്രാഥമികമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു 59 രാജ്യത്താണ്. അപ്പോൾ നമ്മുടെ രാജ്യം ഇതൊരു നേട്ടം തന്നെയാണ്. ഒരു രാജ്യവും ചെറിയ രാജ്യമായി കണ്ടുകൊണ്ടൊന്നും പറയണല്ലോ. ഒരു രാജ്യവും ചെറിയ രാജ്യമല്ല. എല്ലാ രാജ്യങ്ങളും അതിൻ്റെതായ അന്തസ്സത്തും സാംസ്കാരിക പൈതൃകവും സാമ്പത്തിക പൈതൃകവും കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇപ്പൊ ഏഷ്യയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ നമ്മളേക്ക് ഒരുപാട് മുകളിലാണ് ഈ റാങ്കിങ്ങിൽ. കഴിഞ്ഞ തവണ ഒരു 101 ഈ തവണ സ്ഥാനം മെച്ചപ്പെടുത്തി 97, 98. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ചൈന 60ാം സ്ഥാനത്താണ്. ഏഷ്യയിലെ ഏറ്റവും മുൻപിലുള്ളത് മലേഷ്യയും 194 രാജ്യങ്ങളും, ദക്ഷിണ കൊറിയയും ജപ്പാനും സെയിം സ്ഥാനം വഹിക്കുന്നതാണ് പറയുന്നത്. 190 രാജ്യങ്ങളിലേക്ക് അവരുടെ പൗരന്മാരെ അവരുടെ പാസ്പോർട്ട് ഉപയോഗിച്ച് അറൈവൽ ഓൺ വിസയോ ഫ്രീ വിസയോ നേടാൻ കഴിയും എന്നാണ് മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ ഈ ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ രാജ്യം ഇങ്ങനെ വളർച്ചാ നിരക്ക് ഓരോ പാസ്പോർട്ടിന്റെ കാര്യത്തിലായാലും മറ്റുള്ള സാമ്പത്തിക കാര്യത്തിലായാലും GDP-യിലായാലും ഒക്കെ വളരുമ്പോൾ ഒരു രാജ്യത്തെ പൗരൻ എന്ന നിലയിൽ തീർച്ചയായും എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായി എനിക്കറിയാവുന്ന രീതിയിൽ ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾ വിശദീകരിക്കാൻ കാരണം നാം ഒരു പക്ഷം പിടിച്ചുള്ള നിഷ്പക്ഷമായി വാർത്തകളെ മനസ്സിലാക്കി അതേപോലെ സത്യസന്ധമായി അവതരിപ്പിക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനിയും പുരോഗതിയിലേക്ക് നമ്മുടെ രാജ്യം കുതിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പിന്നെ ഞാൻ ഈ പറഞ്ഞ വാർത്തകളൊക്കെ നിങ്ങൾ കൃത്യമായി റിലയബിൾ സോഴ്സോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓർഗനൈസേഷനോ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വാർത്തകളുടെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടതാണ്. കാര്യം ഞാനിത് ഓൺലൈൻ സെർച്ച് ചെയ്തതും അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലും മലയാള മാധ്യമങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്ന വിവരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി അവരുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതിന്റെ കൃത്യത നിങ്ങൾക്ക് അതാത് കൺസേൺഡ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് ഒത്തുനോക്കേണ്ടതാണ്. ഞാൻ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ആ മാധ്യമ വാർത്തകൾ മാത്രമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അല്ലാത്ത ഇതിന്റെ ഒരു വിവരങ്ങൾ ഏതെങ്കിലും തെറ്റാണെങ്കിൽ അത് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല എന്ന് നിങ്ങളോട് പറയുന്നു. അപ്പോ ഇൻഫോർമേറ്റീവായ പല വാർത്തകളും സമകാലീനമായ അതായത് ലേറ്റസ്റ്റ് ആയ റീസെന്റ് ന്യൂസുകളുമായി നിങ്ങളുടെ മുൻപിൽ എത്തും. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യകരമായ കമന്റുകൾ ചെയ്യുക. കഴിയുമെങ്കിൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് വേണമെങ്കിൽ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാമെന്ന വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ സഹോദരങ്ങൾക്കും നമസ്കാരം.